രജോ ഗുണ ശ്രീ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണുവും തമോഗുണ ശിവനും 3 ദേവന്മാരെയും പൂജിക്കുന്നത് വ്യർത്ഥമാണ്. ഗീതാജ്ഞാനദാതാവായ ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെ പറയുകയാണ്, 3 ഗുണങ്ങളും രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ പൂജ ചെയ്യുന്നവരുടെ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെ പൂജ ചെയ്യുന്നവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. ഇവർ ഈ 3 ഭഗവാന്മാർക്കും മുകളിലുള്ള എന്നെ പൂജിക്കാറില്ല. ഈ 3 ഭഗവാന്മാരെയും പൂജിക്കുന്നവർ രാക്ഷസീയ സ്വഭാവമുള്ള മനുഷ്യരായി മാറി. മനുഷ്യരിൽ നീചരായി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന മൂഢരായി തീരുന്നു. ഇവർ ഒരിക്കലും ഞാനാകുന്ന ബ്രഹ്മത്തെ പൂജിക്കുന്നില്ല. ശ്രീമദ് ഭഗവത്ഗീതയുടെ ജ്ഞാനദാതാവായ ഭഗവാൻ അധ്യായം 7 ശ്ലോകം 18 തന്നോടുള്ള ഭക്തിയും അനുത്തമം മോശം എന്ന് പറയുന്നു. അതുകൊണ്ട് അധ്യായം 15 ശ്ലോകം 4, അധ്യായം 18 ശ്ലോകം 62-ലും 66-ലും മറ്റൊരു പരമേശ്വരനെ അഭയം പ്രാപിക്കാൻ പറയുന്നു. ഗീതയുടെ അറിവിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് 18 പുരാണങ്ങൾ ഉണ്ടായിരുന്നില്ല. 11 ഉപനിഷത്തുക്കളും 6 ശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പിന്നീട് മുനിമാർ അവരവരുടെ അനുഭവങ്ങളെ ആധാരമാക്കി പുസ്തകങ്ങൾ രചിച്ചു. ആ സമയത്ത് 4 വേദങ്ങൾ മാത്രമാണ് ശാസ്ത്രരൂപത്തിൽ തെളിവായിട്ടുണ്ടായിരുന്നത്. ആ പവിത്ര വേദങ്ങളുടെ സാരാംശം പവിത്ര ഗീതയിലും വർണ്ണിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 285. ശാസ്ത്രാർത്ഥം പരമേശ്വരന്റെ തത്വജ്ഞാനത്തെ കുഴച്ചുമറിച്ചു. ശാസ്ത്രാർത്ഥം എങ്ങനെയായിരുന്നു? 2 പണ്ഡിതന്മാർ ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു. ശ്രോതാക്കൾ ധാരാളം ശാസ്ത്രാർത്ഥ ചോദ്യോത്തരം കേൾക്കാനായി വന്നിരുന്നു. ജയപരാജയം ശ്രോതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അവർക്ക് ഇവരെന്താണ് പറയുന്നതെന്ന യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. ആരാണോ തുടർച്ചയായി സംസ്കൃതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവോ അയാൾക്ക് കൈയടിച്ച് വിജയിയായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ വിദ്വാൻമാരുടെ ജയപരാജയം അവിദ്വാൻമാർ തീരുമാനിക്കുന്നു. തെളിവ്: പുസ്തകം ശ്രീമദ് ദയാനന്ദ പ്രസിദ്ധീകരണം, ലേഖകൻ സത്യാനന്ദ് മഹാരാജ, പ്രസിദ്ധീകരണം സാർവദേശിക ആര്യപ്രതിനിധി സഭ, 3/5 മഹർഷി ദയാനന്ദ ഭവൻ, രാംലീല മൈതാനം, നയി ദില്ലി 2. ഗംഗാകാണ്ഡം സർഗം, പേജ് 89 ഉള്ളതുപോലെ. ലേഖനം 3 ദിവസം വരെ എന്നും വൈകുന്നേരം കൃഷ്ണാനന്ദന്റെ കൂടെ സഖാരവാദത്തെ അവലംബിച്ചുകൊണ്ടുള്ള ശാസ്ത്രാർത്ഥം നടത്തി. സ്വാമിജിക്ക് ഇത് ഇഷ്ടമുള്ള വിഷയമായിരുന്നു. അദ്ദേഹം തുടർച്ചയായി സംസ്കൃതം പറഞ്ഞുകൊണ്ട് നിരാകാര സിദ്ധാന്തത്തിനെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും കോർത്തിണക്കിയ തെളിവ് സഹിതം പറഞ്ഞു. ഒടുവിൽ കൃഷ്ണാനന്ദ് അവ ശരിയാണെന്ന് സമ്മതിക്കേണ്ടതായി വന്നു. കൃഷ്ണാനന്ദിന് തെളിവൊന്നും നൽകാനായില്ല. ഗീതയിലെ ഈ ശ്ലോകം മാത്രം, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ആളുകളുടെ മുഖത്തു നോക്കി ഉച്ചരിച്ചു. സ്വാമിജി ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എന്നോടാണ് വാദിക്കുന്നത്, അതുകൊണ്ട് എന്നെ അഭിമുഖീകരിക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ബാക്കിയെല്ലാം മറന്നുപോയിരുന്നു. വായിൽ തുപ്പലൂറി, ഗദ്ഗതം വന്നു, മുഖം വിളറി വെളുത്തു. വല്ലവിധേനയും അഭിമാനം രക്ഷിക്കാനായി അദ്ദേഹം സ്വാമിജിയോട് പറഞ്ഞു, ശരീരലക്ഷണത്തിന്റെ ലക്ഷണം പറയൂ. സ്വാമിജി മറുപടി പറഞ്ഞു, എങ്ങനെയാണോ കാരണത്തിന് കാരണമില്ലയോ അതുപോലെ ലക്ഷണത്തിന് ലക്ഷണവുമില്ല. ആളുകൾ ചിരിയമർത്തി. കൃഷ്ണാനന്ദ് തോറ്റതായി പ്രഖ്യാപിച്ചു. അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റുപോയി. മുകളിൽ ഉദ്ധരിച്ചതിൽ നിന്നും വ്യക്തമായി വിദ്വാൻമാരുടെ ജയപരാജയം അവിദ്വാൻമാർ തീരുമാനിക്കുന്നു. സ്വാമി ദയാനന്ദ് തുടർച്ചയായി സംസ്കൃതം പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രോതാക്കൾ ചിരിക്കുകയായിരുന്നു. ഒടുവിൽ അവർ മഹർഷി ദയാനന്ദ്ജിയെ വിജയിയായി പ്രഖ്യാപിച്ചു. പരമാത്മാവ് നിരാകാരനാണെന്ന് സമ്മതിച്ചു. യജുർവേദം അധ്യായം 1 മന്ത്രം 15-ലും കൂടാതെ യജുർവേദം അധ്യായം 5 മന്ത്രം 1-ലും സ്പഷ്ടമായി പറയുന്നു, പരമാത്മാവ് ശരീരത്തോടു കൂടിയതാണ്, സകാരരൂപിയാണ് എന്ന്. സ്വാമി ദയാനന്ദ്ജി സംസ്കൃത ഭാഷയിൽ പ്രവചനം നടത്തുകയായിരുന്നു. ഉദാഹരണം: സത്യാർത്ഥ് പ്രകാശിന്റെ അവതാരിക, പേജ് 8-ൽ സ്വാമി ദയാനന്ദ്ജി പറയുന്നു, ആദ്യമായി സത്യാർത്ഥ പ്രകാശ് അച്ചടിച്ചു. അപ്പോൾ എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയില്ലായിരുന്നു. എന്തെന്നാൽ കുട്ടിക്കാലം മുതൽക്കേ, അതായത് 1882 സംവത് 1939 വരെ സംസ്കൃതത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇതിൽ നിന്നും തെളിയുന്നു, സ്വാമി ദയാനന്ദ്ജി സംസ്കൃത ഭാഷയിൽ ശാസ്ത്രാർത്ഥം നടത്തിയിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 286. ക്രിസ്തുവർഷം 1882 സത്യാർത്ഥ പ്രകാശം രണ്ടാമത് അച്ചടിച്ച് 1 വർഷം കഴിഞ്ഞ് 1883 സ്വാമിജിയുടെ മരണം സംഭവിച്ചു. വ്യക്തമാണ്
മരണത്തിന് 1 വർഷം മുൻപ് മാത്രമാണ് സ്വാമി ദയാനന്ദ്ജി ഹിന്ദി ഭാഷ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് സംസ്കൃത ഭാഷയിലാണ് പ്രവചനം, വ്യാഖ്യാനം നടത്തിയിരുന്നത്. ശ്രോതാക്കൾക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു. അവരാണ് വിദ്വാൻമാരുടെ ജയപരാജയങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഈ ദാസന്മാരിൽ ദാസൻ രാംപാൽ ദാസ് ആഗ്രഹിക്കുന്നു, എല്ലാ പവിത്ര മതങ്ങളുടെയും പ്രഭുക്കന്മാരെ ഇഷ്ടപ്പെടുന്ന പുണ്യാത്മാക്കൾ തത്വജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെത്താൻ സ്വയം തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കും. കഥ: ഒരു സേട്ടിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരാൾക്ക് 16 വയസ്സ്, മറ്റേയാൾക്ക് 18 വയസ്സ്. അച്ഛൻ മരിച്ചുപോയി. കുട്ടികളുടെ അമ്മ ഒരു തുണിയിൽ പൊതിഞ്ഞ മാണിക്യം കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ കൈവശം പൈസയില്ല, പകരം ഈ മാണിക്യം കയ്യിൽ വെച്ചിട്ട് നമ്മളെയും കൂടി കച്ചവടത്തിൽ പങ്കാളിയാക്കാൻ. നമ്മൾ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ല. 2 കുട്ടികളും അമ്മ കൊടുത്ത മാണിക്യവുമായി വലിയച്ഛന്റെ അടുക്കൽ പോയി. അദ്ദേഹം കുട്ടികളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ ഈ മാണിക്യം അമ്മയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറയൂ. നിങ്ങൾ എന്നോടൊപ്പം മറ്റൊരു പട്ടണത്തിൽ വരൂ. എനിക്കവിടെ ധാരാളം സാധനം കടമായി കിട്ടും. തിരിച്ചു വന്നിട്ട് നമുക്ക് ഈ മാണിക്യം അതിന് ഉപയോഗിക്കാം. 2 കുട്ടികളും വലിയച്ഛനോടൊപ്പം മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. ഒരു ദിവസം വലിയച്ഛൻ ഒരു മാണിക്യം കുട്ടികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മാണിക്യമാണ്, ഇതിനെ ആ സേട്ടിന് കൊടുത്തിട്ട് വരൂ. ഇന്നലെ 50,000 രൂപയുടെ സാധനങ്ങൾ കടമായി തന്നതിന് പകരം ഇത് വെച്ചുകൊള്ളൂ. ഞങ്ങൾ തിരിച്ചു വന്ന് കടം വീട്ടിയിട്ട് ഈ മാണിക്യം വാങ്ങിച്ചു കൊള്ളാമെന്ന് പറയണം. 2 കുട്ടികളും സേട്ടിന്റെ അടുക്കൽ പോയി. മാണിക്യം കൊടുത്തിട്ട് വലിയച്ഛൻ പറഞ്ഞയച്ച വിവരം സേട്ടിനോട് പറഞ്ഞു. അപ്പോൾ സേട്ട് ഒരു രത്നവ്യാപാരിയെ വിളിച്ചു മാണിക്യം പരിശോധിക്കാൻ കൊടുത്തു. അയാൾ പറഞ്ഞു, ഇത് മാണിക്യമല്ല, ഇത് വെറും കല്ലാണ്. ഇതിന് 100 രൂപ പോലും വിലയില്ല. മാണിക്യത്തിന് 9 ലക്ഷം രൂപ വിലയുണ്ട്. സേട്ട് ചീത്ത വിളിച്ചുകൊണ്ട് ആ കല്ലിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടികൾ അതെടുത്തുകൊണ്ടുപോയി തിരികെ വലിയച്ഛന്റെ അടുക്കൽ കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു. ഇത് മാണിക്യമല്ല, വെറും കല്ലാണ്. വലിയച്ഛൻ പറഞ്ഞു, അയാൾ രത്നവ്യാപാരിയാണ്, അയാൾ പറഞ്ഞത് ശരിയാണ്. ഇത് വെറും കല്ലാണ്, ഇതിന് 100 രൂപ പോലും വിലയില്ല. എനിക്ക് ചതി പറ്റി. മാണിക്യം ഇതാണ്, ഞാൻ തെറ്റി നിങ്ങൾക്ക് വെറും കല്ല് തന്നു. ഇത് കൊണ്ടുപോയി സേട്ടിന് കൊടുത്തിട്ട് പറയൂ, നമ്മുടെ വലിയച്ഛൻ ചതിയനല്ല, സേഠ്ജി തെറ്റിപ്പോയതാണ്. മാണിക്യത്തിന് പകരം കല്ല് മാറിപ്പോയതാണ്. അവർ സാധനങ്ങളുമായി തങ്ങളുടെ പട്ടണത്തിൽ തിരിച്ചു വന്നു. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്നും മാണിക്യം വാങ്ങിക്കൊണ്ടുവരൂ. കടം ധാരാളമായി. 2 പേരും അമ്മയുടെ കയ്യിൽ നിന്നും തുണിയിൽ പൊതിഞ്ഞ മാണിക്യം വാങ്ങി നോക്കി. ഇത് മാണിക്യമല്ല, വെറും കല്ലായിരുന്നു. മാണിക്യം ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയച്ഛൻ കുട്ടികൾക്ക് കല്ലും മാണിക്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിച്ചു കൊടുത്തു. 2 കുട്ടികളും അമ്മയോട് പറഞ്ഞു, മാതാജി, ഇത് വെറും കല്ലാണ്, മാണിക്യമല്ല. പിന്നീട് കുട്ടികൾ വലിയച്ഛന്റെ അടുക്കലെത്തി പറഞ്ഞു, ഞങ്ങളുടെ അമ്മ വെറും നിഷ്കളങ്കയാണ്, ഒന്നും അറിയില്ല. അവർക്ക് കല്ലും മാണിക്യവും തിരിച്ചറിയില്ല. അമ്മയുടെ കൈവശമുള്ളത് മാണിക്യമല്ല, കല്ലാണ്. വലിയച്ഛൻ പറഞ്ഞു, ഇതാദ്യം നിങ്ങൾ എന്റെ കൈവശം തരാൻ കൊണ്ടുവന്നപ്പോഴും വെറും കല്ലായിരുന്നു, മാണിക്യമല്ല. അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മ പറയുമായിരുന്നു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ട് എന്റെ മക്കളോട് വെറും കല്ലാണെന്ന് പറയുകയാണെന്ന്. കുട്ടികളെ, നിങ്ങളെ ഞാൻ കല്ലും മാണിക്യവും തിരിച്ചറിയാൻ യോഗ്യരാക്കി തീർത്തു. നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചു കല്ലേത് മാണിക്യമേതെന്ന്. പ്രത്യേകത: ഇതുപോലെ ഇന്ന് ഈ ദാസൻ ഇത് ആഗ്രഹിക്കുന്നു, തത്വജ്ഞാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ശാസ്ത്ര തെളിവുകൾ കണ്ട് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയട്ടെ. ശാസ്ത്രാർത്ഥ വിദ്വാൻമാർ നടത്തുന്ന തീരുമാനം ആ വിദ്വാൻമാരുടെ കൈകളിലും, അതായത് വിദ്വാൻമാരുടെ ജയപരാജയം ആ വിദ്വാൻമാർ തീരുമാനിക്കുന്നു. ഈ ദാസൻ ആഗ്രഹിക്കുന്നു, ആദ്യം ഈശ്വരപ്രേമികൾ ശാസ്ത്രം മനസ്സിലാക്കൂ, പിന്നീട് തിരിച്ചറിയാൻ സാധിക്കും ഈ മുനിമാരും മഹർഷിമാരും എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. ശാസ്ത്രാർത്ഥം മഹർഷി സർവാനന്ദനും കൂടാതെ പരമേശ്വർ, കബീർ ദേവുമായി. സർവാനന്ദ് എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ശാരദാദേവി പാപകർമ്മ ഫലത്താൽ ദുഃഖിതയായിരുന്നു. അവർ ദുഃഖനിവാരണത്തിനായി വർഷങ്ങളോളം എല്ലാവിധ പൂജാതി കർമ്മങ്ങളും നടത്തി. ശാരീരിക ദുഃഖ നിവാരണത്തിനായി വൈദ്യന്മാർ നിർദ്ദേശിച്ച മരുന്നുകൾ സേവിച്ചു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ആ സമയത്ത് മഹർഷിമാരുടെ ഉപദേശങ്ങളും തേടിയിരുന്നു. എല്ലാ മഹർഷിമാരും പറഞ്ഞു, മകളെ ശാരദേ, ഇത് നിന്റെ പാപകർമ്മ ഫലമാണ്. ഇതിന് മറ്റു പോംവഴി ഒന്നുമില്ല, അനുഭവിക്കുക തന്നെ വേണം. ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിച്ചു. ആ പാപകർമ്മത്തിന്റെ ഫലം ശ്രീരാമന്റെ, അതായത് വിഷ്ണുവിന്റെ ആത്മാവ് ശ്രീകൃഷ്ണ രൂപത്തിൽ അനുഭവിച്ചു. ബാലിയുടെ ആത്മാവ് വേട്ടക്കാരനായി അടുത്ത ജന്മമെത്തി. അയാൾ കൃഷ്ണന്റെ പാദത്തിൽ വിഷമുള്ള അമ്പെയ്തു കൊന്നു. ഇങ്ങനെ ഗുരുക്കന്മാരും സന്ത് മുനിമാരുടെയും ഉപദേശം കേട്ട്
ഭക്തിമതിയായ ശാരദ തന്റെ പ്രാരാബ്ദങ്ങൾ കരഞ്ഞ് കരഞ്ഞ് അനുഭവിച്ചു തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു ബന്ധുവിന്റെ ഉപദേശപ്രകാരം കാശിയിൽ, അതായത് സ്വയംഭൂ സ്വശരീരധാരിയായ കബീർ ദേവ് പരമേശ്വരന്, അതായത് കബീർ ഭഗവാന്റെ ഉപദേശം കിട്ടി. അന്ന് അവരുടെ കഷ്ടപ്പാടുകൾക്ക് ദുഃഖമോചനം കിട്ടി. എന്തെന്നാൽ പവിത്രമായ യജുർവേദം അധ്യായം 5 മന്ത്രം 32 എഴുതിയിട്ടുണ്ട്: കവിര സാരീരസി, അതായത് കബീർ അസാരി പാപത്തിന്റെ ശത്രു, അസി ആകുന്നു. ഈ പവിത്ര യജുർവേദം അധ്യായം 8 മന്ത്രം 13 എഴുതിയിട്ടുണ്ട്: പരമാത്മാ എനസ അധർമ്മത്തിന്റെ അധർമ്മം, അതായത് പാപത്തിന്റെ പാപം ഘോരപാപത്തെ കൂടി ഇല്ലാതാക്കുന്നു. ഭഗവാൻ കബീർ പരമേശ്വർ പറഞ്ഞു: മകളെ ശാരദേ, ഈ സുഖം നിങ്ങളുടെ ഭാഗ്യത്തിലില്ല. ഞാനിതിന്റെ ഭണ്ഡാരത്തിൽ നിന്നും നൽകുന്നതാണ്. പാപം ഇല്ലാതാക്കുന്നതിനുള്ള തെളിവ് നൽകിയതാണ്. നിങ്ങളുടെ മകൻ മഹർഷി സർവാനന്ദ് പറഞ്ഞിരുന്നു, പാപം നശിപ്പിക്കാൻ കഴിയുകയില്ലെന്ന്. നിങ്ങൾ എന്നിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ആത്മസുഖം നേടും. ഭക്തിമതിയായ ശാരദ സ്വയം വന്ന് പരമേശ്വർ കബീറിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ആത്മസുഖം നേടി. മഹർഷി സർവാനന്ദ്ജിക്ക് ശാരദയുടെ പുത്രന് ശാസ്ത്രാർത്ഥത്തിൽ പ്രത്യേക അഭിരുചിയുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ സമകാലീന വിദ്വാൻമാരെ ശാസ്ത്രാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു. പിന്നീട് ആലോചിച്ചു, ഇത് ജനഹൃദയങ്ങളിൽ എത്തിക്കണമെന്ന്. എന്തെന്നാൽ ഞാൻ എല്ലാ വിദ്വാൻമാരെയും പരാജയപ്പെടുത്തി എന്ന കാര്യം. എന്തുകൊണ്ട് എന്റെ പേര് സർവജിത്ത് എന്നാക്കിക്കൂടെ എന്ന് അമ്മയോട് ചോദിക്കാം. അങ്ങനെ വിചാരിച്ച് അദ്ദേഹം ശ്രീമതി ശാരദാജിയുടെ അടുക്കിലെത്തി അപേക്ഷിച്ചു: അമ്മേ, എന്റെ പേര് മാറ്റി സർവജിത്ത് എന്നാക്കണം. ഞാൻ എല്ലാ വിദ്വാൻമാരെയും ശാസ്ത്രാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് എന്റെ പേര് മാറ്റണം. അമ്മ പറഞ്ഞു: മകനെ, എന്റെ ഗുരുവായൂർ വിദ്വാൻ കബീർ ഭഗവാനെ കൂടി പരാജയപ്പെടുത്തിയിട്ട് പേര് മാറ്റി സാർവജിത്ത് എന്നാക്കാം. അമ്മയുടെ വാക്കുകൾ കേട്ട് സർവാനന്ദ് ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അമ്മേ, നിങ്ങൾ വെറും നിഷ്കളങ്കയാണ്. ആ നെയ്ത്തുകാരൻ കബീറിന് വിദ്യാഭ്യാസമുണ്ടോ? അയാളെ എന്തിനു തോൽപ്പിക്കണം? ഇതാ പോയി ഇതാ വന്നു. മഹർഷി സർവാനന്ദ് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം ഒരു കാളയുടെ പുറത്ത് വെച്ചുകൊണ്ട് കബീർ പരമേശ്വരന്റെ കുടിലിന് മുന്നിലെത്തി. പരമേശ്വർ കബീർജിയുടെ മകളെ കമാലിയെ ആദ്യമേ കിണറ്റിൻകരയിൽ വെച്ച് കണ്ടു. പിന്നീട് വാതിൽക്കലെത്തി മകൾ പറഞ്ഞു: വരൂ മഹർഷി, ഇതാണ് പരമപിതാവായ കബീറിന്റെ വീട്. ശ്രീ സർവാനന്ദ് മകൾ കമാലിയോട് തന്റെ ഗ്ലാസിൽ നിറയെ വെള്ളം നിറച്ചിട്ട് വെള്ളം പുറത്തു കളഞ്ഞിട്ട് പതുക്കെ ആ ഗ്ലാസ് കബീറിന് നൽകൂ. എന്ത് മറുപടിയാണോ അദ്ദേഹം പറയുന്നത് അത് എന്നോട് വന്ന് പറയൂ. മകൾ കൊണ്ടുവന്ന ഗ്ലാസിൽ കബീർ തുണി തയ്ക്കുന്ന ഒരു വലിയ സൂചിയിട്ടു. കുറച്ചു വെള്ളം ഗ്ലാസിൽ നിന്നും പുറത്തുപോയി. കബീർ പറഞ്ഞു: മകളെ, ഗ്ലാസ് കൊണ്ടുപോയി സർവാനന്ദന് നൽകൂ. മകൾ ലോട്ട സർവാനന്ദന് തിരിച്ചു നൽകി. ലോട്ട തിരിച്ചുകൊണ്ടുവന്നപ്പോൾ മഹർഷി ചോദിച്ചു: എന്ത് മറുപടിയാണ് കബീർജി പറഞ്ഞത്? മകൾ കബീർജി ഗ്ലാസ്സിലെ, അതായത് ലോട്ടയിലെ വെള്ളത്തിൽ സൂചിയിട്ട വിവരം പറഞ്ഞു. അപ്പോൾ പരമപൂജ്യനായ കബീർ പരമേശ്വരനോട് മഹർഷി ചോദിച്ചു: എന്റെ ചോദ്യത്തിന് താങ്കൾ എന്തു മറുപടി പറഞ്ഞു? പ്രഭു കബീർജി ചോദിച്ചു: താങ്കളുടെ ചോദ്യം എന്തായിരുന്നു? ശ്രീ സർവാനന്ദ് മഹർഷി പറഞ്ഞു: ഞാൻ സർവ്വവിദ്വാൻമാരെയും ശാസ്ത്രാർത്ഥത്തിൽ പരാജയപ്പെടുത്തി. എന്നിട്ട് അമ്മയോട് അപേക്ഷിച്ചു എന്റെ പേര് സർവജിത്ത് എന്ന് മാറ്റാനായി. അമ്മ പറഞ്ഞു, താങ്കളെ പരാജയപ്പെടുത്തിയിട്ട് വന്നാൽ പേര് മാറ്റാമെന്ന്. അതുകൊണ്ടാണ് ഗ്ലാസ് നിറയെ വെള്ളം നിറച്ച് താങ്കളുടെ അടുക്കൽ നൽകിയത്. അതായത് അറിവിൽ ഞാൻ പരിപൂർണനാണെന്ന് താല്പര്യം. എങ്ങനെയാണോ ഗ്ലാസിൽ വെള്ളം നിറയെ ഇരിക്കുന്നുവോ അതുപോലെ ഈ ഗ്ലാസിൽ ഇനി വെള്ളം നിറയ്ക്കാൻ കഴിയില്ല. എങ്കിൽ വെള്ളം പുറത്തേക്ക് പോകും. അതായത് എന്നോടിനി അറിവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന് സാരം. താങ്കളുടെ അറിവ് ഇനി എന്റെ ഉള്ളിലേക്ക് കയറില്ല. അത് തുപ്പലിന് സമമാണ്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് എഴുതി തരൂ. അതാണ് താങ്കൾക്ക് നല്ലത്. പൂജ്യ കബീർ പരമേശ്വർ പറഞ്ഞു: നിങ്ങളുടെ വെള്ളം നിറച്ച ഗ്ലാസിൽ സൂചിയിട്ടതിന്റെ അർത്ഥം എന്റെ അറിവ്, തത്വജ്ഞാനം ഇത്രയ്ക്ക് വലുതാണ്. സൂചി ഗ്ലാസ്സിലെ വെള്ളത്തെ പുറത്തു കളഞ്ഞ് ഗ്ലാസിനുള്ളിൽ തന്നെ തങ്ങി. അങ്ങനെ എന്റെ തത്വജ്ഞാനം, സത്യം, താങ്കളുടെ അസത്യജ്ഞാനത്തെ, ലോകാഭിപ്രായത്തെ പുറത്താക്കി ഹൃദയത്തിൽ തങ്ങി നിൽക്കും. മഹർഷി പറഞ്ഞു: ചോദ്യം ചോദിക്കൂ. ഒരു മഹർഷി സർവ്വ ആൾക്കാരും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ഒരു നെയ്ത്തുകാരന്റെ കുടിലിൽ വന്നത് കണ്ട് ചുറ്റുപാടുമുള്ള നെയ്ത്തുകാർ തടിച്ചുകൂടി. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ശാസ്ത്രാർത്ഥം കേൾക്കാനായി എല്ലാവരും ഒന്നിച്ചുകൂടി. പൂജ്യനായ കബീർദേവ് ചോദ്യം ചോദിച്ചു: कौन ब्रह्मा का पिता है? कौन विष्णु की माँ? शंकर का दादा कौन है? സർവാനന്ദ് ദേ ബതായ്. സർവാനന്ദ് മറുപടി നൽകി: ശ്രീ ബ്രഹ്മാജി രജോഗുണനാണ്, വിഷ്ണു സദ്ഗുണനും, ശിവൻ തമോഗുണയുക്തനുമാണ്. ഇവർ 3 പേരും അജർ അമർ, അതായത് അവിനാശികൾ, സർവേശ്വ മഹേശ്വർ, മൃത്യുഞ്ജയന്മാരാണ്. ഇവർക്ക് മാതാപിതാക്കൾ ആരുമില്ല. താങ്കൾ അജ്ഞാനിയാണ്. താങ്കൾക്ക് ശാസ്ത്രം അറിയില്ല. അതുകൊണ്ടാണ് ഇത്തരം അർത്ഥമില്ലാത്ത ചോദ്യം ഉന്നയിച്ചത്. അവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും കൈയടിച്ചു.
സർവാനന്ദൻ പറഞ്ഞത് ശരിയാണെന്ന് സമർത്ഥിച്ചു. പൂജ്യ കബീർ പ്രഭു കബീർ ദേവ് പറഞ്ഞു, മഹർഷി, താങ്കൾ ശ്രീമദ് ദേവി ഭാഗവത പുരാണത്തിന്റെ 3-ാമത്തെ സ്കന്ധം, ശിവപുരാണത്തിന്റെ 6-ാമത്തേതും രുദ്രസംഹിത 7-ാം അധ്യായവും ഭഗവാനെ സാക്ഷിയാക്കി ഗീതയിൽ കൈവച്ചു വായിക്കൂ, അല്ലെങ്കിൽ വിവർത്തനം കേൾക്കൂ. മഹർഷി പവിത്ര ഗീതയിൽ കൈവച്ച് സത്യം ചെയ്തു. സത്യം കേൾപ്പിക്കാം. പവിത്ര പുരാണങ്ങൾ കബീർദേവ് പറഞ്ഞതനുസരിച്ച് ശ്രദ്ധയോടെ വായിച്ചു. ശ്രീ ശിവപുരാണം ഗീതാ പ്രസ്, ഗോരഖ്പൂർ പ്രസിദ്ധീകരിച്ചത്. വിവർത്തനം ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ. പേജ് 100 മുതൽ 103 വരെ എഴുതിയിട്ടുണ്ട്. സദാശിവൻ, അതായത് കാലരൂപിയായ ബ്രഹ്മ, പ്രകൃതി ദുർഗയുമായുള്ള സംയോഗത്തിൽ സദ്ഗുണ ശ്രീ വിഷ്ണു, രജോഗുണ ശ്രീ ബ്രഹ്മാവ്, തമോ ഗുണ ശ്രീ ശിവനും ജന്മമെടുത്തു. ഈ പ്രകൃതി ദുർഗയെ വിഷ്ണു, ശിവ 3 ദേവന്മാരുടെ അമ്മയെന്നും പറയുന്നു. പവിത്ര ശ്രീമദ് ദേവി പുരാണം ഗീതാ പ്രസ്, ഗോരഖ്പൂർ പ്രസിദ്ധീകരിച്ചത്. വിവർത്തനം ശ്രീ ഹനുമാൻ പ്രസാദ് പോധാറും ചിമൻലാൽ ഗോസ്വാമിയും. 3-ാം സ്കന്ധം പേജ് 114 മുതൽ 123 വരെ വ്യക്തമായി വർണ്ണിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഭഗവാൻ വിഷ്ണു പറയുകയാണ്, ഈ പ്രകൃതി ദുർഗ ഞങ്ങളുടെ 3 പേരുടെയും മാതാവാണ്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതാണ്. അമ്മയെ സ്തുതിച്ചുകൊണ്ട് ശ്രീ വിഷ്ണു പറഞ്ഞു, അല്ലയോ മാതാവേ, ഞാനും, അതായത് വിഷ്ണുവും ബ്രഹ്മാവും ശിവനും നാശമുള്ളവർ, അതായത് മരിക്കുന്നവർ ആകുന്നു. ഞങ്ങൾക്ക് ആവിർഭാവവും തിരോഭാവവും ഉണ്ട്, അതായത് ജനനവും മരണവുമുണ്ട്. താങ്കൾ പ്രകൃതി ദേവിയാണ്. ഭഗവാൻ ശങ്കർ പറഞ്ഞു, അല്ലയോ മാതാവേ, ബ്രഹ്മാവും വിഷ്ണുവും താങ്കളിൽ നിന്ന് ജനിച്ചവരാണ്, അതായത് എന്റെയും മാതാവ് നിങ്ങൾ തന്നെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 290. മഹർഷി സർവാനന്ദ് മുൻപ് കേട്ടിരുന്ന അപൂർണ ശാസ്ത്രവിരുദ്ധമായ അറിവ്, ലോകവേദം അനുസരിച്ച് 3 ദേവന്മാരെയും, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവ്, അവിനാശി, ആ ജന്മ എന്ന് വിചാരിച്ചിരുന്നു. പുരാണങ്ങൾ വായിച്ചിരുന്നിട്ടും അജ്ഞാനിയായിരുന്നു. ബ്രഹ്മ, അതായത് കാലൻ, പവിത്ര ഗീതയിൽ പറയുന്നു, ഞാൻ സർവ്വ പ്രാണികളുടെയും, അതായത് 21 ബ്രഹ്മാണ്ടങ്ങളും എന്റെ അധീനതയിലാണ്. അവരുടെ ബുദ്ധിയാകുന്നു. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ബുദ്ധി പ്രദാനം ചെയ്യുന്നു, എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ അജ്ഞാനവും നൽകുന്നു. ആ സമയത്ത് പൂർണ്ണ പരമാത്മാവ് പറഞ്ഞതിന് ശേഷം കാല, അതായത് ബ്രഹ്മ, പ്രഭാവം മാറിപ്പോയി. സർവാനന്ദ്ജിക്ക് സ്പഷ്ടമായ അറിവുണ്ടായി. വാസ്തവത്തിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ മാനഹാനി ഭയന്ന് പറഞ്ഞു, ഞാൻ എല്ലാം വായിച്ചു, അങ്ങനെ എവിടെയും എഴുതി കണ്ടില്ല. കബീർ പരമേശ്വരനോട് പറഞ്ഞു, നീ കള്ളനാണ്. ശാസ്ത്രത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഞങ്ങൾ ദിവസേന വായിക്കുന്നുണ്ട്. പിന്നെ എന്തുണ്ടായി? സർവാനന്ദ്ജി തുടർച്ചയായി സംസ്കൃതം പറയാൻ തുടങ്ങി. 20 മിനിറ്റോളം കാണാതെ പഠിച്ച ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പുരാണമൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവിടെ തടിച്ചുകൂടിയിരുന്ന നിഷ്കളങ്കരായ ശ്രോതാക്കൾ സംസ്കൃതം പറയുന്നത് കേട്ട് വാഹ് വാഹ് പറഞ്ഞു. അവർ സർവാനന്ദനെ പുകഴ്ത്തി. ഭാവാർത്ഥത്തിൽ പരമേശ്വർ കബീർജിയെ പരാജയപ്പെടുത്തുകയും സർവാനന്ദൻ വിജയിച്ചതായും പറഞ്ഞു. പരമപൂജനായ കബീർ പരമേശ്വരൻ പറഞ്ഞു, താങ്കൾ ഗീത തൊട്ട് ശപഥം ചെയ്തതാണ്, അതും മറന്നുപോയി. എപ്പോഴാണോ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങൾ വിശ്വസിക്കുന്നില്ലയോ, അപ്പോൾ പിന്നെ ഞാൻ തോൽക്കുകയും താങ്കൾ ജയിക്കുകയും ചെയ്തു. ഒരു ജന്മിയുടെ മകൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവന് കുറച്ച് ഇംഗ്ലീഷ് ഭാഷ അറിയാമായിരുന്നു. ഒരു ദിവസം അച്ഛനും മകനും കാളവണ്ടിയിൽ വയലിലേക്ക് പോകുകയായിരുന്നു. മുൻപിൽ കൂടി ഒരു ഇംഗ്ലീഷുകാരൻ വന്നു. അയാൾ അവരോട് ഇംഗ്ലീഷിൽ വഴി ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മകനെ, ഇയാൾ സ്വയം ഇംഗ്ലീഷ് കൂടുതൽ അറിയാമെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. നിനക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറഞ്ഞ് അയാളുടെ ഗർവെടുക്ക്. കൃഷിക്കാരന്റെ മകൻ അസുഖം വന്നാൽ ലീവ് ചോദിക്കുന്ന കത്ത് മുഴുവൻ കാണാതെ പറഞ്ഞു. ഇംഗ്ലീഷുകാരൻ കുട്ടിയുടെ പക്വതയില്ലായ്മയിൽ അതിശയിച്ചു. അസുഖം വന്നാൽ ക്ലാസ് ടീച്ചർക്ക് എഴുതുന്ന ലീവ് ലെറ്റർ കാണാതെ പഠിക്കുകയാണ്. അയാൾ സ്വയം തലയിൽ കൈവച്ച് കാറുമായി പോയി. കൃഷിക്കാരൻ തന്റെ വിജയിയായ മകനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. അച്ഛൻ പറഞ്ഞു, ഹായ്, എന്റെ ജീവിതം സഫലമായി. ഇന്ന് നീ ഇംഗ്ലീഷുകാരനെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ തോൽപ്പിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, എനിക്കെന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അത് കേട്ട മാത്രയിൽ തന്നെ ഇംഗ്ലീഷുകാരൻ കാർ വിട്ട് ഓടിപ്പോയി. ഇതുപോലെ കബീർദേവ് ചോദിച്ചത് ഒന്ന്, സർവാനന്ദ് മറുപടി നൽകിയത് മറ്റൊന്ന്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 291. പരമപൂജരായ കബീർ പരമേശ്വർ പറഞ്ഞു, സർവാനന്ദ്ജി, താങ്കൾ ജയിച്ചു, ഞാൻ തോറ്റു. മഹർഷി സർവാനന്ദൻ പറഞ്ഞു, തോറ്റതായി എഴുതിത്തരണം, ഞാൻ വെറുതെ ഒന്നും ചെയ്യില്ല. പരമാത്മാവായ കബീർ പറഞ്ഞു, അതും താങ്കൾ തന്നെ ചെയ്തുകൊള്ളൂ ദയവായി. നിങ്ങൾ എന്തു തോന്നുന്നുവോ അത് എഴുതിക്കൊള്ളൂ, ഞാൻ വിരലടയാളം തരാം. മഹർഷി സർവാനന്ദ് എഴുതി. ശാസ്ത്രാർത്ഥത്തിൽ സർവാനന്ദ് വിജയിച്ചു.
കബീർ സാഹബ് തോറ്റു. കബീർ സാഹബ് വിരലടയാളം തന്നു. അയാൾ ഉന്നതൻ തന്നെ അമ്മയുടെ അടുക്കലെത്തി പറഞ്ഞു, അമ്മേ കണ്ടോ, നിങ്ങളുടെ ഗുരുദേവനെ പരാജയപ്പെടുത്തിയതിന് തെളിവ്. ഭക്തമതിയായ ശാരദാജി പറഞ്ഞു, മകനെ വായിച്ചു കേൾപ്പിക്ക്. സർവാനന്ദ് വായിച്ചു. എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ സർവാനന്ദ് പരാജിതനായി. കബീർ വിജയിച്ചുവെന്നായിരുന്നു. അമ്മ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് വിജയിച്ചുവെന്ന്? തോറ്റു വന്നിരിക്കുകയല്ലേ? മകൻ പറഞ്ഞു, അമ്മേ, ഞാൻ കുറെ ദിവസമായി ശാസ്ത്രാർത്ഥത്തിൽ മുഴുകി നടക്കുന്നു. അതുകൊണ്ട് ഉറക്കപ്പിശകുകൊണ്ട് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഞാനിതാ പോകുന്നു. ശരിയായി എഴുതിക്കൊണ്ടുവരാം. അമ്മ ശപഥം ചെയ്തു. വിജയിച്ചതായി ആരെങ്കിലും എഴുതി തന്നാൽ ഞാൻ വിശ്വസിക്കാം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മഹർഷി സർവാനന്ദ് വീണ്ടും കബീർ സാഹബിന്റെ അടുക്കിലെത്തി പറഞ്ഞു, കബീർ സാഹബ്, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. അതുകൊണ്ട് വീണ്ടും എഴുതണം. കബീർ സാഹബ് പറഞ്ഞു, ശരി, എഴുതിക്കോ. സർവാനന്ദ് വീണ്ടും എഴുതി. കബീർ സാഹബ് വിരലടയാളം നൽകി. അയാൾ അതുമായി അമ്മയുടെ അടുക്കിലെത്തി. അപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു. വിപരീതമായി എഴുതി. അയാൾ വീണ്ടും പറഞ്ഞു, അമ്മേ, ഞാൻ വീണ്ടും കബീർ സാഹബിന്റെ അടുക്കിലെത്തി. എഴുതി, ഒപ്പും വാങ്ങി വന്നു. വീടിനുള്ളിൽ കയറി മുൻപ് വായിച്ചു നോക്കി. ശരിയായിരുന്നു. അയാൾ അമ്മയുടെ അടുക്കിലെത്തി അമ്മയെ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ അയാളുടെ കണ്ണുകൾ മാറി. ശാസ്ത്രാർത്ഥത്തിൽ സർവാനന്ദ് പരാജയപ്പെട്ടു. കബീർ സാഹബ് വിജയിച്ചു എന്നായി. അയാൾ പിന്നെ ഒന്നും സംസാരിച്ചില്ല. അമ്മ ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? വായിക്ക് വ്യക്തമായി. അമ്മയ്ക്ക് മനസ്സിലായി വെറും കുട്ടി പർവ്വതത്തോട് മത്സരിച്ചു വന്നിരിക്കുന്നു. അമ്മ പറഞ്ഞു, മകനെ, പരമേശ്വർ വന്നിരിക്കുന്നു. അമ്മ കൂടി എന്നോടൊപ്പം വരണം. എനിക്ക് ലജ്ജ തോന്നുന്നു. അമ്മ മകനെയും കൂട്ടി കബീർ സാഹബിന്റെ അടുക്കിലെത്തി. സർവാനന്ദനും കബീർ സാഹബ് ഉപദേശം നൽകി. അങ്ങനെ മഹർഷി എന്ന് അഭിമാനിച്ചിരുന്ന വെറും ജീവിക്ക് പൂർണ്ണ പരമാത്മാവിന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നതിനാൽ മോക്ഷം കിട്ടി. പൂർണ്ണ ബ്രഹ്മ കബീർ പരമേശ്വർ പറഞ്ഞു, സർവാനന്ദ്, നിങ്ങൾ അക്ഷരജ്ഞാനത്തെ ആധാരമാക്കി ശാസ്ത്രം മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടെന്നാൽ എന്നെ അഭയം പ്രാപിക്കാതെ അതായത് കാലൻ ആരുടെയും ബുദ്ധി വികസിപ്പിച്ചിരുന്നില്ല. ഇനി വീണ്ടും വായിക്കൂ പവിത്രമായ വേദങ്ങൾ, ഗീത, പുരാണങ്ങൾ. താങ്കൾ ഇപ്പോൾ ബ്രാഹ്മണനാണല്ലോ. ബ്രാഹ്മൺ സോയി ബ്രഹ്മ പഹച്ചാനെ. വിദ്വാൻ അതാണ്. ആരാണോ പൂർണ്ണ പരമാത്മാവിനെ തിരിച്ചറിയുന്നുവോ അയാളാണ് വിദ്വാൻ. ഇനി തന്റെ മംഗളകാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 292. വിശേഷ: ഇന്ന് തൊട്ട് 550 വർഷങ്ങൾക്ക് മുൻപ് ഈ പവിത്ര വേദങ്ങളിലും ഗീതയിലും പുരാണങ്ങളിലും എഴുതിയിരുന്ന അറിവ്, അതായത് ജ്ഞാനം, കബീർ പരമേശ്വരൻ തന്റെ സാധാരണ വാക്കുകളിൽ കൂടി നൽകിയിരുന്നു. അതെല്ലാം തന്നെ മഹർഷിമാർ വ്യാകരണമില്ലാത്ത ഭാഷയെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു. പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം കബീർ അജ്ഞാനിയാണ്. ഇയാൾക്ക് അക്ഷരാഭ്യാസമില്ല. സംസ്കൃത ഭാഷയിലുള്ള ശാസ്ത്രങ്ങൾക്ക് അതിലൊളിഞ്ഞിരിക്കുന്ന ഗൂഢരഹസ്യങ്ങളും ഇയാൾക്ക് എന്തറിയാം? ഞങ്ങൾ വിദ്വാൻമാരാണ്. നമ്മൾ എന്തു പറയുന്നുവോ അതാണ് ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ശ്രീ ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും മാതാപിതാക്കളില്ല. അവർ അജന്മ, അജർ, അമർ, അവിനാശിയും സർവേശ്വർ, മഹേശ്വർ, മൃത്യുഞ്ജയാണ്. സർവസൃഷ്ടിയും 3 ഗുണങ്ങളാൽ ഉണ്ടായതാണ്. ആദ്യകാലം മുതൽ ഈ വ്യാഖ്യാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പവിത്ര ശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ അടുക്കലുള്ളത്. അതിൽ 3 ഭഗവാന്മാരും, ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവ, രജോഗുണ, സദ്ഗുണ, തമോ ഗുണയുടെയും മാതാപിതാക്കന്മാരെ കുറിച്ച് സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ട്. അക്കാലത്ത് നമ്മുടെ പൂർവികർ അശിക്ഷിതരായിരുന്നു. ശിക്ഷിത വർഗത്തിനാകട്ടെ വേണ്ടത്ര അറിവുമുണ്ടായിരുന്നില്ല. എന്നിട്ടും കബീർ പരമേശ്വർ മുഖാന്തരം പറഞ്ഞ സത്യജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് കള്ളമാണെന്ന് പറഞ്ഞു. കബീർ കള്ളം പറയുന്നു. ഒരു ശാസ്ത്രത്തിലും എഴുതിയിട്ടില്ല. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് മാതാപിതാക്കൾ ഉണ്ടെന്ന കാര്യം പവിത്രമായ പുരാണം സാക്ഷിയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർക്ക് ജനനവും മരണവും ഉണ്ടെന്ന കാര്യം. ഇവർ അവിനാശികളല്ല. 3 ദേവതമാരുടെയും അമ്മ പ്രകൃതി, അതായത് ദുർഗയാണ്. പിതാവ് നിരഞ്ജൻ, കാലരൂപിയായ ബ്രഹ്മാണ്. ഇന്ന് എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാർ, കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ, മകൻ, മകൾ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. കബീർ പരമേശ്വർജിയുടെ അമരവാണിയിൽ എഴുതിയിട്ടുള്ളത് ശാസ്ത്രത്തിൽ എഴുതിയിട്ടില്ല എന്ന അബദ്ധം ഇന്നാരും പറയുകയില്ല. പൂജ്യ കബീർ പരമേശ്വരന്റെ അമരവാണി. ധർമ്മദാസ് യഹ ജഗ് ബോറാന, कोई ना जाने पद निर्वाणा, अब मैं तुमसे कहूं चिताई, त्रियदेवन की उत्पत्ति भाई, ज्ञानी सुने सो हृदय लगाई, मूर्ख सुने सो गम्य ना पाई, माँ अष्टंगी पिता निरंजन, वे जम दारुण वंशन अंजन, पहले कीन है निरंजन राई, पीछे से माया उपजाई, धर्मराय किन्हा भोग विलासा, माया को रही तब आसा, 3 पुत्र अष्टंगी जाए, ब्रह्मा विष्णु शिव नाम धराए,
3 देव विस्तार चलाए, इनमें यह जग धोखा खाए। 3 लोक अपने सुध दीन्हा, सुन्न निरंजन बासा लीन्हा, अलख निरंजन सुन्न ठिकाना। ब्रह्मा विष्णु शिव भेद न जाना, अलख निरंजन बड़ा बटपारा। 3 लोक जिव कीने आहारा, ब्रह्मा विष्णु शिव नहीं बचाए। सकल खाए पुन धूर उड़ाए, तिनके सुत है तीनों देवा। आंदर जीव करत है सेवा, तीनों देव और अवतारा। ताको भजे सकल संसारा, तीनों गुण का यह विस्तारा। धर्मदास मैं कहूं पुकारा, गुण तीनों की भक्ति में भूल परो संसार। कहे कबीर निज नाम बिन कैसे उतरे पार। മുകളിൽ ഉദ്ധരിച്ച അമൃതവാണിയിൽ പരമേശ്വർ കബീർ സാഹബ് തന്റെ സ്വന്തം സേവകനായ ധർമ്മദാസ് സാഹബിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, എന്തെന്നാൽ ധർമ്മദാസ് ഈ സർവലോകവും തത്വജ്ഞാനത്തിന്റെ അഭാവത്താൽ വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും പൂർണ്ണ മോക്ഷമാർഗവും പൂർണ്ണ സൃഷ്ടിരചനയെക്കുറിച്ചും അറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ രചിച്ച സൃഷ്ടിയുടെ കഥ കേൾപ്പിക്കാം. ബുദ്ധിമാനായ വ്യക്തിക്ക് ഉടനെ മനസ്സിലാകും. എന്നാൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും വിശ്വസിക്കുന്നില്ല. വെറും ശുദ്ധാത്മാക്കളായ ജീവികൾ കാലപ്രഭാവത്താൽ ആകൃഷ്ടരായിരിക്കുന്നു. അവർ ഭക്തിക്ക് അർഹരല്ല. ഞാൻ പറയുന്നു, 3 ഭഗവാന്മാരുടെയും, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവന്റെയും ഉൽപ്പത്തി എങ്ങനെയുണ്ടായി? ഇവരുടെ മാതാവ് അഷ്ടാംഗി ദുർഗയാണ്. അച്ഛൻ ജ്യോതി നിരഞ്ജൻ. ബ്രഹ്ം കാലനാണ്. ആദ്യം ബ്രഹ്മിന്റെ ഉൽപ്പത്തി മുട്ടയിൽ നിന്നായിരുന്നു. പിന്നീട് ദുർഗയുടെ ഉൽപ്പത്തി ഉണ്ടായി. ദുർഗയുടെ രൂപത്തിൽ ആസക്തനായ കാലൻ ബ്രഹ്ം തെറ്റ് ചെയ്തു. അപ്പോൾ ദുർഗ പ്രകൃതി അയാളുടെ വയറ്റിൽ ശരണം പ്രാപിച്ചു. ഞാൻ ജ്യോതി നിരഞ്ജന്റെ അടുക്കൽ പോയി ഭവാനിയെ ബ്രഹ്മിന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി 21 ബ്രഹ്മാണ്ടങ്ങളോട് കൂടെ 16 സംഘോഷ് ദൂരേക്ക് അയച്ചു. ജ്യോതി നിരഞ്ജൻ പ്രകൃതി ദേവിയോട് ഭോഗവിലാസങ്ങളിൽ മുഴുകി. അങ്ങനെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവ ഉൽപ്പത്തിയുണ്ടായി. 3 ഗുണങ്ങളിൽ മുഴുകിക്കുരുങ്ങി സർവ്വപ്രാണികളും വാസ്തവികമായ മന്ത്രം ലഭിക്കാതെ ആർക്കും മോക്ഷം കിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 293. അലയുന്നവർക്കുള്ള സന്മാർഗം. ഗുരുജി ക്യാൻസർ രോഗം സമാപ്തമാക്കി. ഞാൻ വീരേന്ദ്രദാസ്, ഗേറാണി ഗ്രാമം, മഹേന്ദ്രഗഡ് ജില്ലയിൽ നിന്നാണ്. സന്ത് രാംപാൽജി ഗുരുജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതിന് മുൻപ് ദുർഗയുടെ പൂജയും പിന്നെ പാരമ്പര്യമായി ഞങ്ങളുടെ ഗ്രഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൂജകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്റെ പിതാവിന് ക്യാൻസർ ആയിരുന്നു. ഇത്രയധികം ചെയ്തിട്ട് പോലും അത് ഭേദമായില്ല. ഞാൻ 2014 സന്ത് രാംജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ഇതിനിടയിൽ മിലിറ്ററിയിലായിരുന്ന എന്റെ മകൻ പെട്ടെന്ന് മരണമടഞ്ഞു. അന്ന് എനിക്ക് ബോധ്യമായി, ഒരു പക്ഷേ എന്റെയും എന്റെ മരണവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദീക്ഷ സ്വീകരിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 294. നാമദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം അതിരാവിലെ എന്റെ കാറിൽ അറ്റലിക്ക് പോകുകയായിരുന്നു. ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് അന്നേരം പ്രഥമ മന്ത്രം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം 5 കിലോമീറ്ററോളം മുന്നോട്ട് പോയി. പിന്നെ ഒരു മരവുമായി കൂട്ടിയിടിച്ചു. വാഹനം മുഴുവൻ തകർന്നു. പക്ഷേ പരമാത്മാവിന്റെ കൃപയാൽ എനിക്ക് ശിരസിലും കാലുകളിലും ചെറിയ പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ. 2017 എന്റെ പിതാവ് രോഗിയായി. അന്നൊരു ദിവസം ഞങ്ങൾ വിരുന്നു പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് പിതാവിന് മൂത്രം പോകാതെയായി. ഞങ്ങൾ വിരുന്നു പോകാതെ പിതാവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹത്തെ പരിശോധിച്ചു. മൂത്രതടസ്സമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ചുംചും ടൗണിൽ പോയപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടെ വെച്ച് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചതിന് ശേഷമാണ് മനസ്സിലായത് പിതാവിന് ക്യാൻസർ ആണെന്ന്. ആ സമയം വരെ എന്റെ പിതാവ് നാമദീക്ഷ സ്വീകരിച്ചിരുന്നില്ല. 2017 ജൂലൈ 2 നാർനൌലിലുള്ള ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു. പിന്നീട് ഞങ്ങൾ ജയ്പൂരിൽ പോയി അവിടെയും ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം പിതാവിനെ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ നൽകി. ഇന്ന് എന്റെ പിതാവ് സന്ത് രാംപാൽജി മഹാരാജിന്റെ കൃപയാൽ വളരെയധികം സ്വസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സുണ്ട്. വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. നാമദീക്ഷ എടുക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ ചെയ്തിരുന്നു. പക്ഷേ ക്യാൻസർ രോഗം സന്ത് രാംപാൽജി മഹാരാജിന്റെ കൃപയാൽ മാത്രമാണ് മാറിയത്. എന്റെ അടുക്കൽ എല്ലാ റിപ്പോർട്ടുകളുമുണ്ട്. ഇതുകൂടാതെ എന്റെ ഗ്രഹത്തിൽ ചെറുതും വലുതുമായ പല ലാഭങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
എന്റെ പിതാവിന്റെ ഈ ക്യാൻസർ രോഗം 2 ദിക്കിൽ ചികിത്സിപ്പിക്കുകയും അവിടെയും ഓപ്പറേഷനുമെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷെ ഗുരുജിയിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഗുരുജി പറഞ്ഞിരിക്കുന്ന ഭക്തിവിധി പ്രകാരം മുന്നോട്ടു പോയപ്പോൾ നല്ല മാറ്റമുണ്ടാവുകയും രോഗം പൂർണ്ണമായി മാറുകയും ചെയ്തു. ഇതൊരു അത്ഭുതം തന്നെയാണ്, ഒരു സംശയവുമില്ല. എല്ലാ സഹോദരി സഹോദരന്മാരോടും എനിക്ക് അഭ്യർത്ഥനയുള്ളത്, ഇങ്ങനെയുള്ള മഹാരോഗങ്ങളുള്ളവർ ദയവ് ചെയ്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക. അവരുടെ രോഗശാന്തി ലഭിക്കുന്നതും കൂടാതെ മോക്ഷവും സാധ്യമാണ്. ഭഗത് വീരേന്ദ്രദാസ്. മൊബൈൽ നമ്പർ 8901015838. പരമാത്മാവ് ആയുസ് വർദ്ധിപ്പിച്ചു. ഞാൻ രുപാലി പാട്ടീൽ, പൂനെ മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഗ്രാജുവേറ്റുമാണ്. ഞാൻ പരമ്പരാഗതമായ ദേവീദേവന്മാരുടെ ഭക്തി ചെയ്തിരുന്നു. എന്റെ ഭർത്താവ് ഓട്ടോമൊബൈൽ സംബന്ധിച്ച കച്ചവടമാണ് ചെയ്തിരുന്നത്. അതിനോടനുബന്ധിച്ച് പാർട്ടികളിൽ പങ്കെടുക്കുമായിരുന്നു. കൂടാതെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മദ്യം കഴിച്ചിരുന്നു. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുടുംബത്തിൽ കലഹവും ക്ലേശങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് ഒരു മോചനവും ഉണ്ടായില്ല. ഇക്കാരണത്താൽ ഞാൻ വളരെയധികം ദുഃഖിതയായിരുന്നു. ഞാൻ ഏത് ഭക്തിയാണ് ചെയ്തിരുന്നത്, അതിൽ നിന്ന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഞങ്ങൾ 2004 മുതൽ സന്ത് രാംപാൽജിയുമായി ചേർന്ന് മുന്നോട്ടു പോകുന്നു. നാമദീക്ഷ എടുക്കുവാനുള്ള പ്രേരണ എനിക്ക് പുസ്തകം വായിച്ചതിൽ നിന്ന് ഉണ്ടായി. എന്റെ ഭർത്താവ് സന്ത് രാംപാൽജിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് അതിന്റെ നിയമങ്ങൾ പറഞ്ഞു തന്നു. ഇതിൽ മദ്യം, സിഗരറ്റ്, പുകയില, മാംസം എന്നിവയുടെ സേവനം ചെയ്യുവാൻ പാടുള്ളതല്ല. അതുപോലെ കളവ്, ചതി, വഞ്ചന, നുണ പറയുക, വ്യഭിചാരം എന്നിവ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആകർഷണം തോന്നി. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ച് കേൾക്കുന്നത്. എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്ന്. അതുപോലെ ഭർത്താവ് എല്ലാവിധ ലഹരികളിൽ നിന്നും മോചനം ലഭിക്കണമെന്നും മറ്റെല്ലാവരെയും സഹോദരി സഹോദരന്മാരെ പോലെ കാണുകയും 2ാം തരം ബിസിനസ്സുകളെല്ലാം ചെയ്യാതിരിക്കുന്നത് എത്ര നന്നായേനെ എന്ന് ഇതെല്ലാം വിചാരിച്ചുകൊണ്ട് ഞാൻ ഗുരുജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. നാമദീക്ഷ എടുത്തതിന് ശേഷം എന്റെ ഭർത്താവ് മദ്യപാനം അവസാനിപ്പിച്ചു. ഇക്കാരണത്താൽ കുടുംബത്തിൽ കലഹമുണ്ടായില്ല. എന്റെ കഴുത്തിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് ഇതൊരു ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്ന്. നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അതിനാൽ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക. ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസർ ആയിരുന്നു. ഞാൻ ഗുരുജിയോട് പ്രാർത്ഥന നൽകി. അപ്പോൾ ഗുരുജിയിൽ നിന്ന് മറുപടി വന്നത്, മക്കളെ, പരമാത്മാവ് ദയ ചെയ്യട്ടെ എന്ന്. എന്റെ അപ്പൂപ്പനും ചെറിയച്ഛനും എല്ലാം ഡോക്ടർമാരായിരുന്നു. അവർക്ക് സ്വയം ക്യാൻസർ ആയിരുന്നു. കൂടാതെ അവരെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. എന്റെ ക്യാൻസർ 3ാം സ്റ്റേജിലായിരുന്നു. ഒരിക്കൽ കോളേജിൽ വെച്ച് ഒരു പ്രവചനം ചെയ്യുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആയുസ് വളരെ കുറവാണ് എന്ന്. ശരാശരി ഒരു 40 വയസ്സ് വരെ കാണുന്നു. കൂടാതെ നിങ്ങൾക്ക് വലിയൊരു രോഗം പിടിപെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പിന്നീട് ഞങ്ങൾ 2ാമത് വൈകുന്നേരം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് ഒരു വയറിൽ ഇൻഫെക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. പരമാത്മാവ് സന്ത് രാംപാൽജി മഹാരാജ് എന്റെ ക്യാൻസർ രോഗം ഇല്ലാതാക്കി. ഒരിക്കൽ എന്റെ ഭർത്താവിന് ബോംബെ ഹൈവേയിൽ വെച്ച് ശക്തമായ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കണ്ടെയ്നർ ട്രക്ക് കാറിന്റെ പിറകിൽ 2 പ്രാവശ്യം ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ എന്റെ ഭർത്താവ് സ്റ്റിയറിംഗിൽ തലവെച്ചുകൊണ്ട് ഗുരുജി നൽകിയിരുന്ന മന്ത്രം ജപിക്കുവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് എന്റെയും എന്റെ മകന്റെയും മുഖം തെളിഞ്ഞു വന്നു. അതായത് അവസാന നിമിഷങ്ങൾ വന്നതുപോലെ തോന്നി. പക്ഷേ 5 നിമിഷത്തിന് ശേഷം അദ്ദേഹം നോക്കിയപ്പോൾ കാറ് വളരെ സുഖമായി ഓടിക്കുന്നത് പോലെ കണ്ടു. അദ്ദേഹം പിന്നെ ഒന്നും നോക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾ വാഹനത്തിന്റെ പുറകുവശം പരിശോധിച്ചപ്പോൾ പുറകുവശം പൂർണ്ണമായി തകർന്നിരുന്നു. ഇത് കണ്ടിരുന്നവർ എല്ലാവരും പറഞ്ഞത് കാർ തലക്കീഴായും മറഞ്ഞിട്ടുണ്ടാകുമെന്ന്. പക്ഷേ പരമാത്മാവ് അദ്ദേഹത്തെ രക്ഷിച്ചു. പഠിക്കുവാൻ വേണ്ടി എന്റെ കുട്ടി ബാംഗ്ലൂർ പോയി. അവിടെ വെച്ച് അവന് ചിക്കൻ ബോക്സ് പിടിപെട്ടു. കുട്ടി 1 മാസത്തെ പഠനം നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ച് കരയുവാൻ തുടങ്ങി. ഞങ്ങൾ ആശ്രമത്തിൽ ഗുരുജിയോട് പ്രാർത്ഥന ചെയ്തു. അതിന് മറുപടിയായി ഗുരുജിയുടെ നിർദ്ദേശം വന്നു, ഒരു ജ്യോതി കത്തിക്കുവാനാണ്. അവൻ അവിടെ ഒരു ജ്യോതി കത്തിക്കുകയും രാവിലെ 10:30 അവന്റെ ചിക്കൻ ബോക്സ് എല്ലാം അപ്രത്യക്ഷമായി. അതിന്റെ തലേ ദിവസം ഡോക്ടറെ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിന്നോട് ചിക്കൻ പോക്സിന്റെ കാര്യം ഇന്നലെയല്ലേ പറഞ്ഞുള്ളൂ, അത് ഇന്ന് തന്നെ അപ്രത്യക്ഷമായല്ലോ. ഇത് പരമാത്മാവ് അല്ലാതെ ആർക്കും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ മറ്റു പല അന്യഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ രാംപാൽജിയെ പോലെ നിയമങ്ങളെല്ലാം പറയും മറ്റ് ലഹരി വസ്തുക്കളും മാംസവും ഉപയോഗിക്കുവാൻ നിഷിദ്ധമാണ് എന്ന്. പക്ഷേ ശിഷ്യന്മാരും ആരും തന്നെ അനുസരിക്കാറില്ല. പക്ഷേ അവർ മറ്റൊരു തരത്തിൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ലഹരി ഉപയോഗിക്കാം, കൂടാതെ മനസ്സ് വരുമ്പോൾ നാമദീക്ഷ എടുക്കുകയും വേണം, പിന്നീട് മനസ്സ് വിചാരിക്കുമ്പോൾ ലഹരി ഉപേക്ഷിക്കണമെന്ന്.
സർക്കാരിന്റെ നിയമപ്രകാരം എല്ലാ നിയമങ്ങളും കടലാസിൽ മാത്രം അവശേഷിക്കുന്നു. സർക്കാരിന്റെ സാമൂഹിക പരിഷ്കാരങ്ങളിൽ ഇത്രയും കാലത്തോളം നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ സമൂഹത്തിന്റെ നാനാവിധത്തിൽ ഈ നിയമം വരുന്നു. പക്ഷെ പൂർണ്ണമായി സമൂഹത്തിന്റെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ജാതകപ്രകാരം എനിക്ക് 40 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് 37 വയസ്സുണ്ട്. പക്ഷെ എന്റെ ജാതകപ്രകാരം ഉണ്ടായിരുന്ന ആയുസ് സന്ത് രാംപാൽജി മഹാരാജ് ആയുസ് വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു. ഞാൻ എല്ലാ സഹോദരീ സഹോദരന്മാരോടും പറയുവാൻ ആഗ്രഹിക്കുന്നു, അതായത് ആദ്യം സന്ത് രാംപാൽജി മഹാരാജ് പറഞ്ഞ ജ്ഞാനം ശരിക്കും മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ശരണത്തിൽ വന്നതിന് ശേഷം ലാഭങ്ങൾ പ്രാപ്തമാകുന്നതാണ്. നമ്മുടെ പവിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ജ്ഞാനം അത് അദ്ദേഹത്തിന്റെ ജ്ഞാനവുമായി ഒത്തുനോക്കുക. ഇന്ന് എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അവരും ഇന്ന് പരമ്പരാഗത ഭക്തി ചെയ്യുന്നു. പക്ഷെ ശരിയായ ലാഭവും ലഭിക്കുന്നില്ല. പലർക്കും പലവിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന് ആലോചിക്കുക, ഈ ഭക്തിയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനാൽ എല്ലാവരോടുമായി ഞാൻ പ്രവർത്തിക്കുന്നു. സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് സത്സംഗം കേൾക്കുകയും അതിന്റെ ജ്ഞാനം ശരിക്കും മനസ്സിലാക്കുകയും അതുപോലെ നിങ്ങളുടെ ശങ്കകളെല്ലാം ദൂരീകരിച്ച് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടി നിങ്ങൾ ഒരു പണവും കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന ഭക്തിമാർഗം ശരിയായ വിധത്തിൽ അന്വേഷിച്ച് ലാഭമെടുക്കുകയും മോക്ഷവും സാധ്യമാക്കുക. രൂപാലി പാട്ടീൽ, മൊബൈൽ നമ്പർ 89 99 43 32 49.